ഹായ് നമസ്കാരം. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത റവയോ വറക്കാത്ത റവയോ എടുക്കാം. 1.5 കപ്പ് അളവിലാണ് ഞാൻ റവ എടുത്തിരിക്കുന്നത്. നമുക്കൊരു ചെറുപ്പത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നോർമൽ വാട്ടറാണ് എടുത്തിരിക്കുന്നത്. അത് 2 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന് പകരം പാലൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ തയ്യാറാക്കുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റിന്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. എന്നാലേ നല്ലതായിട്ട് സ്മൂത്തായിട്ട് നമുക്കിത് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ റവയെല്ലാം വെള്ളമൊക്കെ കുടിച്ചൊന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. റവയെല്ലാം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത്. നമുക്ക് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നൈറ്റിൽ ഡിന്നറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. റവയെല്ലാം ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. അതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ടൊന്ന് പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. കോഴിമുട്ടയോടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. ഇപ്പം ഒരിക്കലും കോഴിമുട്ട ഒഴിവാക്കി ഇത് തയ്യാറാക്കാണ്ട് ശ്രമിക്കല്ലേ. കോഴിമുട്ട ഞാനത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങാ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, വെള്ളത്തിന് പകരം പാലിനകത്ത് ഇത് സോക്ക് ചെയ്ത് വെച്ചിട്ട് അരയ്ക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ആ മാവെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. ഞാനിതൊന്ന് ഇളക്കുന്നുണ്ട്, നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഞാനിതിൻ്റെ ഒരു തരി പോലെ ഇച്ചിട്ടൊന്ന് കിടക്കണം അതിനകത്ത്, എങ്കിൽ ഒരു നല്ലതായിട്ട് നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയും ചെറിയ തരികളൊക്കെ കിടപ്പുണ്ട്, കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ദോശത്തവ ചൂടാക്കാൻ വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു തവി മാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല ടേസ്റ്റ്, നല്ല മണവുമാണ്. മുട്ടയുടെ ആ സ്മെല്ലോ ഒന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ക്യാരറ്റോ ക്യാബേജോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാളയോ പച്ചമുളകോ ഒക്കെ ഇതിനകത്ത് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ മതിയാവും. ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഓയിലിന് പകരം ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു വശം നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്ന് കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു വശം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ടും നല്ല ഹെൽത്തി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ ഈ റെസിപ്പി തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഞാൻ ഇച്ചിരി ഓയിലൊന്ന് പരട്ടി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഈ ദോശ റെസിപ്പി. റവ വെച്ചിട്ട് ആണെന്ന് പറയുകയില്ല കേട്ടോ, റവ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതെന്ന് പറയത്തില്ല. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇത് എല്ലാം ഞാൻ കുക്ക് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും ഇതുപോലെ ദോശയിൽ തവയിൽ ഒഴിച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നത്. ഒത്തിരി മെനക്കെട്ട പണിയൊന്നും അല്ലല്ലോ. അപ്പം നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്താണേ. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ചട്നിയും കൂടെ തയ്യാറാക്കുന്നുണ്ട്, ഒരു ചമ്മന്തി കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ട് റെസിപ്പിയും കൂടെ ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ദോശയുടെ പുറത്ത് അതുപോലെ തന്നെ ആദ്യം തയ്യാറാക്കിയതുപോലെ ക്യാരറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കുക്കാകുമ്പോൾ വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങാ ചട്നിക്ക് വേണ്ടിയിട്ട് അര ബൗൾ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ടൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം
പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാളംപുളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറിവേപ്പില കൂടുതലായിട്ട് ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി സ്പൈസി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. അപ്പം നമുക്ക് ഈ ദോശയുടെ കൂടെ നല്ല കോമ്പിനേഷനാകട്ടെ ഈ ചട്നി. ഇപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. ഇതാ നമ്മുടെ ദോശയും ചട്നിയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാകട്ടെ ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. ഇത് കണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചട്നിയും കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. മറക്കാതെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ.